ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഒത്തിരി സ്നേഹത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമുക്കെല്ലാവർക്കും ഒത്തിരി പ്രയോജനം നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനം ഇതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 6 മുതൽ 8 വരെ. അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തുനിന്നും അല്ല. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഞാനോ ദൈവത്തിങ്കലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ധ്യാനിക്കാം. തമ്പുരാനെ, അനർത്ഥങ്ങൾ, കഷ്ടതകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മൂലകാരണം എന്തെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു കൃപ അടിയങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. മനുഷ്യൻ്റെ ഈ ലോക ജീവിതം കഷ്ടതയും പ്രതിസന്ധികളും കണ്ണുനീരും കയ്പുമുള്ളതാണെങ്കിലും മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നും തിരിച്ചറിയുന്ന ഇയ്യോബ് അവൻ്റെ ഏതു പ്രതിസന്ധികളിലും അവൻ ദൈവത്തിങ്കലേക്ക് നോക്കുമായിരുന്നു. ആ ഒരു നോട്ടം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സർവ്വതും അവൻ ദൈവത്തിൽ ഏൽപ്പിക്കുമായിരുന്നു. ആ ഒരു സമർപ്പണ ബോധം നമുക്കുണ്ടാകണം. തൻ്റെ ആസ്തിയും കുട്ടികളും ആരോഗ്യവും ഒക്കെ നശിച്ചിട്ടും ഇയ്യോബ് ദൈവത്തെ ശപിച്ചില്ല. ദൈവം തന്നു, ദൈവം എടുത്തു എന്ന ഉറച്ച ഇയ്യോബിൻ്റെ വിശ്വാസം, അതാണ് പ്രിയമുള്ളവരെ വിശ്വാസം. ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. ഒടുവിൽ ഇയ്യോബിനെ ദൈവം 2 ഇരട്ടി അനുഗ്രഹിച്ചതുപോലെ നമ്മെയും അനുഗ്രഹിക്കും. അവന്റെ ഭാര്യ പറയുകയുണ്ടായി, ദൈവത്തെ ശപിച്ചു മരിച്ചേ. അതിന് ഇയ്യോബ് നൽകുന്ന മറുപടി, നാം ദൈവത്തിൽ നിന്ന് നന്മയെ സ്വീകരിക്കുമ്പോൾ ദുരിതം സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന മറുപടി ചോദ്യമാണ്. അതാണ് ദൈവമക്കളെ വിശ്വാസം. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.